വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുരിതാശ്വാസ സഹായധനം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം പാളി എന്നുള്ളതാണ്. കാലവർഷക്കെടുതിയിൽ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ പിന്നെയും കൈയൊഴിയുന്ന നിലപാടാണ് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ധനസഹായം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം പാഴ്വാക്കായിട്ട് മാറുകയാണ്. ഔദ്യോഗിക നൂലാമാലകൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ 27 മരണമാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത്. 462 ക്യാമ്പുകൾ പ്രവർത്തിച്ചുവെന്നും 27,048 പേരാണ് ക്യാമ്പിൽ എത്തിയതെന്നും 1882 ഹെക്ടർ കൃഷിനാശമുണ്ടായി എന്നും 23,537 കർഷകരെയാണ് ബാധിച്ചതെന്നും 68 കോടിയുടെ നഷ്ടമുണ്ടായി എന്നും പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദുരന്തബാധിതർക്ക് ധനസഹായം ഉടൻ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അപേക്ഷയുടെ മാതൃക പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ കുടുംബത്തിലും 2 പേർക്ക് 300 രൂപ വീതം 7 ദിവസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഏത് ഹെഡിൽ നിന്നാണ് തുക നൽകുക എന്നുപോലും മുഖ്യമന്ത്രിയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ തീരുമാനമെടുത്തിട്ടില്ല. ഗുണഭോക്താക്കളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പാവപ്പെട്ട ജനങ്ങളോട് കരുണയില്ലാത്ത സമീപനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് കേരളത്തിന് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഖിലിന്റെ വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളുടെ വീടുമെല്ലാം ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിന്റെയും അതുപോലെ തന്നെ റിയാസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയക്കാരുടെയും വീടുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെന്റ് നിലപാടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാതെ റിയാസിന്റെയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെയും അവരുമായി ബന്ധപ്പെട്ട പരിചയക്കാരുടെയും എല്ലാം വീട്, അവരുടെ താമസ സ്ഥലം ഇന്ന് രാവിലെ മുതലേ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള EDയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിന്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടി സഖാക്കളെയും സഖാക്കളുടെ അടുത്ത് ബന്ധമുള്ള സുഹൃത്തുക്കളുടെയും എല്ലാം വീട് റെയ്ഡുന്നതിലൂടെ വലിയ രീതിയിൽ ED രാഷ്ട്രീയ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലപാടിനെ അതിശക്തിയായിട്ട് കേരളം എതിർക്കും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം.